നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും പഴക്കടകളിലും തിളക്കത്തോടെ ഇരിക്കുന്ന പഴങ്ങളുടെ പൊരുളെന്ത്? വലിയ വില കൊടുത്ത് മലയാളി വാങ്ങുന്ന പഴങ്ങളിൽ പലതും വലിയ രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നവയാണ്. തിരുവനന്തപുരത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിയ 1.5 കിലോ ആപ്പിളാണിത്. ചില്ലറക്കാരല്ല, 2 ആപ്പിളുകളും വിദേശികളാണ്. അതുകൊണ്ട് തന്നെ വിലയും കൂടും. 200 രൂപയിലധികം കൊടുത്ത് വാങ്ങിയ ഈ ആപ്പിളിന്റെ യഥാർത്ഥ രൂപം കാണാനുള്ള ഒരു യാത്രയാണത്. അതിന് വേണ്ടത് കയ്യിൽ നല്ല മൂർച്ചയുള്ളൊരു കത്തി. ആപ്പിളുമായി വീട്ടിലെത്തി മുറിച്ചു കഴിക്കും മുമ്പ് ഒരു കത്തി എടുത്ത് തൊലിയൊന്ന് ചുരുണ്ടുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ കാണുന്ന മെഴുകൊക്കെ വയറ്റിലെത്തും. ആപ്പിളുകൾ മാസങ്ങളോളം ഇരിക്കാൻ പഴങ്ങളുടെ വിതരണക്കാർ ചെയ്യുന്നതാണ് ഈ മെഴുക ആവരണം. ഇത് മെഴുകാണെന്ന് സംശയമുണ്ടോ? ഒന്ന് ഉരുക്കി നോക്കൂ. അതുമല്ലെങ്കിൽ ഒരു ആപ്പിൾ എടുത്ത് തീയിലെടുത്ത് ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി. ആപ്പിൾ തീയിൽ ചാടി പിടിക്കും. വലിയ വില കൊടുത്ത് ഇറക്കുമതി ചെയ്ത് ആപ്പിൾ വാങ്ങി തിന്നുന്നതിന് മുൻപ് വെള്ളത്തിൽ കഴുകിയിട്ട് കാര്യമില്ല. കാരണം മെഴുക് വെള്ളം പിടിക്കില്ല. പല പഴങ്ങളുടെയും പുറം കാഴ്ച പോലെ അത്ര സുന്ദരമല്ല അകത്തെ കാഴ്ച. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ദിവസവും ഒരു ആപ്പിൾ കഴിക്കുന്നത് രോഗങ്ങളെ അകറ്റി നിർത്തുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ എല്ലാ ഗുണനിലവാരവും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ ആപ്പിൾ വാങ്ങി കഴിച്ചാൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമുണ്ടാകില്ല. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ സുരേഷ് നായർക്കൊപ്പം എസ് ലല്ലു, ഏഷ്യാനെറ്റ് ന്യൂസ്.